സംഭവം എന്തോ പ്രശ്നമാണെന്ന് അവർക്ക് മനസ്സിലായി. രഞ്ജു പെട്ടെന്ന് അവൻ്റെ ഫോൺ എടുത്ത് അർജുനെ വിളിച്ചു. എന്നാൽ 1-2 വട്ടം റിങ് ചെയ്ത് കട്ടായതല്ലാതെ റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. അവൻ പെട്ടെന്ന് തന്നെ ഹോട്ടലിൻ്റെ ജനറൽ മാനേജർക്ക് ഫോൺ ചെയ്തു. കാര്യങ്ങൾ അറിഞ്ഞ് രഞ്ജുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ ഉടനെ വണ്ടിയെടുത്ത് ഹോട്ടലിലേക്ക് പാഞ്ഞു. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ, തെളിവുണ്ടോ? ഐ മീൻ വിവാഹ ഫോട്ടോയോ മറ്റോ, നടന്ന സ്ഥലമോ അതിൻ്റെ രേഖകളോ അങ്ങനെ എന്തെങ്കിലും? വിവാഹ ഫോട്ടോയും ബാക്കി രേഖകളും ഇപ്പോൾ കയ്യിലില്ല. അതെല്ലാം തന്നെ ഇന്ന് രാവിലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കും. പോരെ സാറേ? കുറിക്കുകൊള്ളുന്ന പോലെയുള്ള ജ്വാലയുടെ മറുപടിയിൽ രഘുറാം ഒന്ന് പകച്ചു. ദേഷ്യം ഉള്ളിലടക്കി അയാൾ അവിടെ നിന്നും ഇറങ്ങി. ഒപ്പം മീഡിയയ്ക്ക് മുഖം കൊടുക്കാതെ അർജുനും ജ്വാലയും പെട്ടെന്ന് തന്നെ അവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു. അർജുൻ്റെ ഉള്ളം ദേഷ്യത്താൽ തിളച്ചു. അതിനാൽ 1-2 വട്ടം കാർ കയ്യിൽ നിന്നും പാളിയപ്പോൾ അവൻ വണ്ടി റോഡിനരികിലായി നിർത്തി സ്റ്റിയറിങ്ങിൽ തലയമർത്തി കിടന്നു. അർജുൻ്റെ മനസ്സിലെ മാനസിക സംഘർഷത്തിൻ്റെ പ്രതിഫലനമെന്നോണം അവൻ്റെ കഴുത്തിലെയും നെറ്റിയിലെയും ഞരമ്പുകൾ വലിഞ്ഞിരിക്കുകയായിരുന്നു. അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിയെന്നോണം അവൾ അവൻ്റെ തലയിലൂടെ മെല്ലെ തഴുകി. അത് അവനൊരാശ്വാസമായിരുന്നു. എന്തുകൊണ്ട് ആദ്യമായി കാണുന്ന ഒരാളോട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് അവൾക്കും അവനും ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. ഞാൻ തൻ്റെ ലൈഫ് കൂടി നശിപ്പിച്ചല്ലേ സാർ എന്താ ഈ പറയുന്നേ? പിന്നെ വലിയ ബിസിനസ് കുടുംബങ്ങളിൽ നിന്നും നല്ല നല്ല പെൺകുട്ടികളെ കിട്ടും സാറിന്. ഞാനായിട്ട് അതൊക്കെ ഇല്ലാണ്ടാക്കിയില്ലേ? പിന്നെ ഇന്നും നടന്നത് അത് സാറിന് ദോഷം വരാതിരിക്കാൻ വേറെ വഴിയുണ്ടായിരുന്നില്ല. സാറിൻ്റെ വീട്ടുകാർക്ക് ദേഷ്യമായിട്ടുണ്ടാവല്ലേ? ഇല്ല, തനിക്കെന്താ ഒരു കുഴപ്പം? ഞാൻ എൻ്റെ പാതിയായി വരുന്നവൾക്ക് വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന എല്ലാ ക്വാളിറ്റിയും തനിക്കുണ്ട്. എന്നെ മനസ്സിലാക്കണം, ഒപ്പം നിൽക്കണം, തെറ്റു കണ്ടാൽ തിരുത്തി തരണം, തീരെ അയ്യോപ്പാവുമാവരുത്, എൻ്റെ വീട്ടുകാരെ സ്വന്തം പോലെ സ്നേഹിക്കണം. അങ്ങനെ താൻ എനിക്ക് ഓക്കെയാ. പക്ഷെ ഇയാൾക്ക്... അവളതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. സർ, താൻ ആദ്യം ഈ സാറുവിളി ഒന്ന് നിർത്ത. ഓക്കെ. അർജുന് റൂമിൽ ജ്യൂസ് കൊണ്ടുവന്നയാളെ അറിയാമോ? പേരോർക്കുന്നില്ല. ജസ്റ്റ് വെയിറ്റ്. അവൻ പെട്ടെന്ന് ഫോൺ എടുത്തു. അപ്പോഴാണ് രഞ്ജുവിൻ്റെയും ഹർഷൻ്റെയും ഒക്കെ മിസ്ഡ് കോൾ കണ്ടത്. ഒപ്പം ദിവാകറിൻ്റെയും. അവൻ അപ്പോൾ അവരെ തിരിച്ചു വിളിക്കാൻ തോന്നിയില്ല. ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് അവൻ ജനറൽ മാനേജരെ വിളിച്ചു. ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അവൻ പറഞ്ഞു, എടോ, അയാളുടെ പേര് രവി, 2 വർഷമായി ഹോട്ടലിൽ ജോലി ചെയ്യുന്നു. അഡ്രസ്? 1 സെക്കൻഡ്. അവൻ ഫോണിലേക്ക് വന്ന മെസ്സേജ് അവളെ കാണിച്ചു. അർജുന് ഹണ്ടിങ് ഇഷ്ടമാണോ? എന്താ, വേട്ടയാടാൻ ഇഷ്ടമാണോ എന്ന്. അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. അത് മെല്ലെ അവളിലേക്കും പടർന്നു. രഞ്ജുവിൻ്റെ ഫോണിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടിട്ട് അവൻ ഫോൺ ഓഫ് ചെയ്തു വെച്ചു. അപ്പയെ ഓർമ്മ വന്നപ്പോൾ അവളിൽ നിന്നും ആ ചിരി മാഞ്ഞുപോയി. എൻ്റെ അപ്പയെ കൊന്നതല്ലേ? എടുത്തടിച്ച പോലെ അവൾ ചോദിച്ചത് കേട്ട് അവനൊന്ന് പകച്ചു. വലിഞ്ഞു മുറുകിയ മുഖവുമായി രഞ്ജുവും ഹർഷനും ഹോട്ടലിലേക്ക് പാഞ്ഞു കയറി. ഹർഷൻ ജനറൽ മാനേജറുടെ കോളറിൽ പിടിച്ചുലച്ചു. എന്താണ് ഇവിടെ നടന്നത്? ഏത് പൊന്ന ടോഷ് മോനാടാ ഞങ്ങളുടെ ചെക്കനെ? പറയടാ. അവരുടെ മുഖഭാവം കണ്ട് അയാളുടെ ബോധം ഇപ്പോൾ പോകുമെന്ന നിലയ്ക്കായി. അത് SI രഘുറാം സർ. മോൻ്റെ ചോർച്ചിൽ ഞാൻ ഇന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അവർ 2 പേരും അവിടെ നിന്നിറങ്ങി കാറിൽ കയറി. ഹർഷൻ ആരെയൊക്കെയോ വിളിക്കുന്നുണ്ടായിരുന്നു. തേടിയത് കിട്ടി മോനെ. ഹർഷൻ ചിരിച്ചുകൊണ്ട് കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ആ ചിരിയുടെ പിന്നിലെ ക്രൗര്യം രഞ്ജുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. ഒഴിഞ്ഞുകിടക്കുന്ന മടത്തിൽ ഗ്രൂപ്പ്സിൻ്റെ ഗോഡൗൺ. ഹർഷനും രഞ്ജുവും അവിടെ 2 കസേരകളിലായി ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് രഞ്ജുവിൻ്റെ ഫോണിൽ മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അത് കണ്ട അവനിൽ ഒരു ചിരി വിടർന്നു. അവനത് ഹർഷനെ കാണിച്ചു. ഐ ആം പെർഫെക്റ്റ് ഓക്കെ, ഹണ്ടിങ് ടൈം ബ്രോ. ഹർഷൻ അത് കണ്ട് പൊട്ടിച്ചിരിച്ചു. അപ്പോൾ അവർക്ക് മുന്നിൽ കാലുകൾ കെട്ടി തലകീഴായി തൂങ്ങി കയ്യിലെ നഖം ഇളക്കിയെടുത്ത മുറിവുകളിൽ നിന്നും ചോര വാർന്നൊഴുകിയിറങ്ങുന്ന നിലയിൽ കിടക്കുന്ന SI രഘുറാമിന് അത് കൊലച്ചിരിയായിട്ടാണ് തോന്നിയത്. അർജുൻ ജ്വാലയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതിന് പിന്നാലെ ഒരു കാർ അരവിന്ദിന് ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്കെത്തി. അതിൽ നിന്നും പുറത്തിറങ്ങിയത് രാജശേഖരനായിരുന്നു. പട്ടാമ്പി MLAയും ജയശങ്കറിൻ്റെ കാമുകി ചിത്രവിദ്യയുടെ അച്ഛനുമായ MLA രാജശേഖരൻ.
അനക്കമറ്റ് കിടക്കുന്ന അരവിന്ദിന്റെ ശരീരം കാണുകെ അവനിൽ ഒരു പുച്ഛച്ചിരി വിടർന്നു. അവിടെ കൈയും കാലും ഒടിഞ്ഞു കിടക്കുന്ന ഗുണ്ടകളെ കണ്ടതും അയാളൊന്ന് ഞെട്ടി. അപ്പോൾ അയാളുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. ആ പേര് കണ്ടതും അയാളുടെ ഉടലൊന്ന് വിറച്ചു. RK കോളിംഗ്. ആരാണെന്നോ എന്താണെന്നോ എന്നൊന്നും അറിയില്ല. ഇന്നേ വരെ കണ്ടിട്ടുമില്ല. പക്ഷേ ആ വ്യക്തി എല്ലാം അറിയുന്നുണ്ട്. ഒന്നു മാത്രം അറിയാം, അതൊരു ചെകുത്താനാണ്. മരണത്തിൻ്റെ മണമുള്ള ചെകുത്താൻ. രാജശേഖരൻ്റെ കൈ വിറച്ചു. ഒരു നിമിഷം മറുവശത്ത് നിശബ്ദതയുടെ തണുപ്പ് നിറഞ്ഞു. സ്വന്തം ഹൃദയമിടിപ്പ് നിലയ്ക്കുമോ എന്ന് പോലും അയാൾക്ക് തോന്നിപ്പോയി. എന്താണ് രാജശേഖര, ഫോൺ എടുക്കാൻ ഒരു മടി? കൺഫർമേഷന് വേണ്ടി ഞാൻ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. എന്തെങ്കിലും തടസ്സമുണ്ടോ? വോയിസ് ചേഞ്ചർ ഉപയോഗിച്ചിരിക്കുന്നത് ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അത് ഒന്നുമില്ല. ഉണ്ടാവരുത്. എനിക്കെതിരെ നിൽക്കുന്ന തടസ്സങ്ങൾ അതെന്താണെങ്കിലും വെട്ടിമാറ്റിയാണ് എനിക്ക് ശീലം, അറിയാവല്ലോ. അതിലൊളിഞ്ഞിരിക്കുന്ന ഭീഷണി അയാൾ തിരിച്ചറിഞ്ഞു. എന്തായി കാര്യങ്ങൾ? ആള് തീർന്നു. ഷിറ്റ്. ഡോക്യുമെന്റ്സ് സെർച്ചിങ് നടക്കുന്നുണ്ട്. അയാൾക്കേ അറിയൂ ആ തെളിവുകൾ എവിടെയാണെന്ന്. അത് പുറം ലോകം അറിഞ്ഞാൽ അറിയാവല്ലോ. തൻ്റെ ആളുകളോ? ഇവിടെയുണ്ട്. പാവങ്ങൾ. RK അത് പറഞ്ഞു നിർത്തിയതും അവിടെ 2 വെടിയൊച്ച കേട്ടു. ഗുണ്ടകളുടെ നെറ്റിയിൽ തറഞ്ഞു കയറിയ ബുള്ളറ്റ് കണ്ട് അയാൾ വിറച്ചു. RK! വിറയലോടെ അയാൾ വിളിച്ചു. അവർ കണ്ണികളല്ലേ രാജശേഖര, എന്നെ ബന്ധിപ്പിക്കുന്ന കണ്ണികൾ. അതൊക്കെ എനിക്ക് തടസ്സങ്ങളല്ലേ രാജശേഖര. പിന്നെ നിന്റെ ഭാവി മരുമകൻ IPS ഇല്ലേ, അവനോട് ഈ കേസ് ആക്സിഡന്റായി ഒതുങ്ങണമെന്ന് പറഞ്ഞേക്ക്. അയാൾ ദുർബലമായി ഒന്ന് മൂളി. എന്നാ വിവാഹം? അടുത്ത ആഴ്ച. ഓക്കെ. ആരെ കൊന്നിട്ടാണെങ്കിലും ആ ഡോക്യുമെന്റ്സ് എനിക്ക് വേണം. അല്ലെങ്കിൽ നിന്റെ നെറ്റിയിലും ഇതുപോലൊരു തിലകക്കുറി ഞാൻ ചാർത്തിത്തരും. കോള് കട്ടായി. അയാൾ നടുക്കത്തോടെ ജീവനറ്റ് കിടക്കുന്ന ആ ഗുണ്ടകളെ നോക്കി നിന്നു. നിന്റെ മോളെ ഓർക്കുമ്പോൾ സങ്കടമുണ്ട് രാജശേഖര. അടുത്തയാഴ്ച അവൾക്ക് വിവാഹം ചെയ്യാൻ പയ്യൻ ജീവനോടെ ഉണ്ടാവില്ലല്ലോ. RKയുടെ ചിരി ആ മുറിയിൽ പ്രതിധ്വനിച്ചു. അവൻ അവളുടെ തോളിൽ കൈവച്ചു. ആരെയും മനസ്സറിഞ്ഞ് ദ്രോഹിച്ചിട്ടില്ല എൻ്റെ അപ്പ. അമ്മയും അപ്പയും തമ്മിൽ ഈഗോ ആയിരുന്നു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി സ്നേഹിച്ചിരുന്നു 2 പേരെയും. ഇത്രയും കാലം അമ്മയോടൊപ്പം ഉണ്ടായിട്ട് ഒരു കുറ്റം പോലും അപ്പയെക്കുറിച്ച് അമ്മയോ തിരികെ അമ്മയെക്കുറിച്ച് അപ്പയോ പറഞ്ഞിട്ടില്ല. അമ്മയുടെ കുടുംബക്കാർ ഇടപെട്ടായിരുന്നു കാര്യങ്ങൾ ഇത്രയും വഷളായത്. അമ്മ പറഞ്ഞ് ആർക്കും വേദനിക്കുന്നത് സഹിക്കാൻ പറ്റാത്ത എൻ്റെ അപ്പയെക്കുറിച്ച് എപ്പോഴും പറയുമായിരുന്നു. ഒടുവിൽ അമ്മ പോയപ്പോൾ ജീവനില്ലാത്ത പോലെയായിരുന്നു പപ്പ. ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത പാവം എൻ്റെ അപ്പയെ. അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ തെളിയുന്ന അഗ്നി സർവം ദഹിപ്പിക്കാൻ പോന്നതായിരുന്നു. അവൻ അവളെ അവൻ്റെ തോളിലേക്ക് ചേർത്തു. മറുത്തൊന്നും പറയാതെ ജ്വാല അവൻ്റെ തോളിൽ അമർന്നു. അവളിൽ നിന്നൊഴുകുന്ന കണ്ണുനീർ അവൻ്റെ നെഞ്ചകം പൊള്ളിക്കാൻ പോന്നതായിരുന്നു. അപ്പോൾ അർജുൻ്റെ ഫോൺ ശബ്ദിച്ചു. ആ നമ്പർ കണ്ട ജ്വാല കോളെടുത്തു. മറുവശത്തു നിന്നും കേട്ട കാര്യം അവളിൽ ക്രൗര്യം നിറഞ്ഞ ചിരി വീയിച്ചു. 3 മണിക്കൂറിന് ശേഷം സർ എന്താടോ? കൺമുന്നിൽ തൻ്റെ PA കണ്ട ഉറക്കം നഷ്ടമായതിൻ്റെ ഈർഷ്യയിൽ സേവ്യർ ചീറി. ഫോർച്യൂൺ ബിൽഡേഴ്സിന്റെ ഉടമയാണ് സേവ്യർ. സർ, നമുക്ക് കിട്ടിയ കോൺട്രാക്ട്സ് എല്ലാം ക്യാൻസലായിപ്പോയി. കമ്പനികൾ ഓരോന്നായി പിന്മാറുന്നു. വാട്ട്? എന്താടോ നടക്കുന്നത്? സർ, പിന്നെ നമ്മുടെ പ്ലാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. ആ അർജുന്റെ മുറിയിൽ ഒരു പെണ്ണും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവനെ കൊല്ലാൻ പറ്റിയില്ല. 2നെയും അനാശ്വാസത്തിന് പിടിപ്പിക്കാൻ നോക്കിയപ്പോൾ ഹസ്ബൻഡും വൈഫും ആണെന്ന്. ആ SI രഘുറാമിനെ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഷിറ്റ്. ആ രവിയോ? അയാളാണ് ഇത് വിളിച്ചു പറഞ്ഞത്. അയാളോട് എവിടെയെങ്കിലും പോയി മുങ്ങാൻ പറയടോ, അല്ലെങ്കിൽ ആ അർജുൻ അയാൾ വഴി നമ്മളിലേക്ക് എത്തും. അപ്പോൾ ഒരു കോൾ PAയുടെ ഫോണിലേക്ക് വന്നു. കോൾ എടുത്ത് അയാളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. സർ, സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ കമ്പനിയുടെ ഷെയർ വാല്യൂ ഇടിഞ്ഞു. നമ്മുടെ കമ്പനി അക്കൗണ്ട്സ് ഒക്കെ ഫ്രീസ് ചെയ്തേക്കുകയാണ്. ആ സച്ചിദാനന്ദൻ സാറാണ് വിളിച്ചത്. അയാൾ നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത 250 കോടി 1 രൂപ കുറയാതെ തിരികെ കിട്ടണമെന്ന്. എന്തൊക്കെയാണോ ഇത്? സേവ്യർ അടുത്തിരുന്ന മദ്യത്തിന്റെ കുപ്പി തറയിലേക്ക് എറിഞ്ഞു പൊട്ടിച്ചുകൊണ്ട് അലറി. നശിച്ചല്ലോടോ എല്ലാം. അപ്പോൾ സേവ്യറിന്റെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് ആ താറ് കയറി മുന്നിലേക്ക് കുതിച്ചു പാഞ്ഞു.
ഒരു പ്രോമിനൻ്റായ കൺസ്ട്രക്ഷൻ കമ്പനിയെ അടിവേര് വരെ അറുത്ത് കളഞ്ഞ് അങ്ങനെ ഒരു കമ്പനി ഉണ്ടായിരുന്നോ എന്ന് പോലും തോന്നിക്കാത്ത വിധത്തിൽ, അതും വെറും മണിക്കൂറുകൾ കൊണ്ടാക്കിയിട്ട് കോ ഡ്രൈവിംഗ് സീറ്റിൽ തൻ്റെ തോളിലേക്ക് തലചായ്ച്ച് നിഷ്കളങ്കമായി ഉറങ്ങുന്ന ജ്വാലയെ ഒരു നിമിഷം അർജുൻ നോക്കിയിരുന്നു പോയി. അവളുടെ നെറ്റിയിൽ മെല്ലെ ചുംബിച്ചിട്ട് അവൻ കാറ് നേരെ സേവ്യറിൻ്റെ വീട് ലക്ഷ്യമാക്കി പായിച്ചു.